ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് വേർഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തിട്ട് എന്റെ ലൈഫിൽ സക്സസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സ്വിച്ച് വേർഡിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഏകദേശം 3 വർഷമായിട്ട് ഞാൻ ഫോറക്സ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം $3000 ഇട്ടിട്ടാണ് ഞാനിത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഞാൻ ഈ ട്രേഡ് ഓവറായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് കുറെ അധികം കാര്യങ്ങൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓവർ കോൺഫിഡൻസ് ഇതിൽ വെച്ചിരുന്നു. ട്രേഡ് ഞാൻ അത്രയും ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷെ എനിക്ക് ഓവർ കോൺഫിഡൻസ്, അതായത് കുറെ കാര്യങ്ങൾ അറിയാവുന്നൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഞാൻ പറഞ്ഞ പോലെ ഞാനത് $3000 ഇട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ അതിന് പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ ലോസ് വരാറുണ്ട്. എങ്കിലും നമുക്ക് താങ്ങാൻ കഴിയുന്ന ലോസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പൊ കൂടുതലും എനിക്ക് പ്രോഫിറ്റ് തന്നെയായിരുന്നു. ഓവറോൾ നോക്കിക്കഴിഞ്ഞ ഒരു മന്ത് എടുത്ത് കഴിഞ്ഞിട്ടുള്ള 22 ദിവസത്തെ ഒരു പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓവറോൾ പ്രോഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോസ് ഒന്നും അത്രയ്ക്കും ഇതായിരുന്നു, അതൊന്നും എന്നെ അധികം ബാധിച്ചിരുന്നില്ല. അങ്ങനെ ഇത് ഒരു സേഫ് സോണിലൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 ഒരു ഫെബ്രുവരി, ഞാൻ ഒരു ദിവസം കറക്റ്റ് ഓർക്കുന്നില്ല, ആ ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഓവറായിട്ട് ലോട്ട് സൈസിൽ ട്രേഡ് എടുത്തു പോയി. അതായത് എന്താണെന്നറിയില്ല, ഒരു ദിവസം വൈകുന്നേരം ഇരുന്നിട്ട് അങ്ങ് വളരെ വളരെ കൂടുതലായിട്ട് നമുക്ക് എടുക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ലോട്ട് സൈസ് കൂടിപ്പോയി. അപ്പൊ അത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പതിവായിട്ട് അങ്ങനെയാണല്ലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എടുത്ത ട്രേഡ് എല്ലാം ബൈ ട്രേഡും ആയിപ്പോയി. ഇത് എടുത്തു കഴിഞ്ഞ പാടെ തന്നെ ഈ ട്രേഡുകളെല്ലാം തന്നെ സെല്ലിലോട്ട് പോയി. അതായത് നമ്മൾ പ്രോഫിറ്റ് ബൈ ആയിരുന്നു എടുത്തിരുന്നത്, അത് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം. അപ്പൊ എനിക്ക് ആദ്യമൊന്നും വലിയ ടെൻഷൻ തോന്നിയില്ല, കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് കയറും എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു 3-4 ദിവസം ഈ പറഞ്ഞതുപോലെ ഗോൾഡ് റേറ്റ് വല്ലാതെ താഴ്ന്ന് സെല്ലിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു പേടിയായത്. കാരണം ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് വാനിഷ്ഡ് ആയി പോകും. അപ്പൊ ശരിക്കും എനിക്കൊരു പേടി തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നാണ് ആദ്യമായിട്ട് പുതിയൊരു കാര്യത്തെക്കുറിച്ച്, എനിക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഏതാണ് ചെയ്യേണ്ടത് എന്നൊരു തോട്ടിന് പുറത്താണ് ഞാൻ ഈ സ്വിച്ച് വേർഡിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയുണ്ട്. അതായത് ഒരു 6 മണി സമയത്തോടനുബന്ധിച്ചാണ്. കാരണം USDയിലെ ഇമ്പാക്ട് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടൈം വൈകുന്നേരം 6 മണിക്കാണ്. 6 മണി തൊട്ട് 7 മണി വരെ ചില സമയം മാത്രം മാറ്റം ഉണ്ടാവും. ഓൾമോസ്റ്റ് 6 മണിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ട്. അതായത് റെഡ് ഇമ്പാക്ട്, എന്തെങ്കിലും ഒരു ഇമ്പാക്ട് അതിലുണ്ട്. ഒരു 6 മണിയാകുമ്പോൾ നല്ല ഫ്ലക്ച്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ കണ്ടു, അക്കൗണ്ട് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കില്ല, ഈ സംഭവം പോകും എന്ന് മനസ്സിലായപ്പോ ഞാൻ എന്റെ അക്കൗണ്ട് ഒന്ന് നോക്കി. ഞാനൊരു സ്വിച്ച് വേർഡ് കണ്ടുപിടിച്ചു. അതിനു മുമ്പ് ഞാൻ എന്റെ അക്കൗണ്ട് ഒന്ന് നോക്കി. വെറും $10 കൂടി വന്നു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് കംപ്ലീറ്റ് വാനിഷ്ഡ് ആവും. ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ കണ്ടെത്തിയ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തത്. ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, എന്റെ മൈൻഡ് കൂൾ ആൻഡ് കാം ആയിരുന്നു. അപ്പൊ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും എന്നൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ യൂണിവേഴ്സിനോട് പറഞ്ഞത് ഞാനത് മിസ്റ്റേക്ക് ആണ്. കാരണം എനിക്ക് ഒരു ട്രേഡിൽ SL വെക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഞാനത് ചെയ്യാതെ പോയത് കൊണ്ടുള്ള ആ ഒരു ഇത് ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ എന്റെ ആ ഒരു തെറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്ത സ്വിച്ച് വേർഡ് ഇതാണ്: ഡിവൈൻ റീച്ച് നൗ. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഒരു സെക്കൻഡ് പോലും വിടാതെ ഇതിങ്ങനെ എഴുതൊന്നും ചെയ്തില്ല. ഇത് ജസ്റ്റ് ഡിവൈൻ റീച്ച് നൗ. അത് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട്, അത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, വേറെ ഒരു വിഷ്വലൈസേഷനും ഞാൻ അവിടെ നടത്തിയില്ല. പക്ഷെ ഒരു ഫീൽ ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ അടുത്തേക്ക് ആ ഒരു ഡിവൈൻ എനർജി വരുന്നത് പോലെ ഫീൽ ചെയ്ത് ഞാനിത് പറഞ്ഞിരുന്നു. അതായത് ഡിവൈൻ റീച്ച് നൗ. അത് ഞാൻ ഈ ഒരു 6 മണി സമയം തൊട്ട് ഒരു 7 മണി ആകുന്നതിന് മുമ്പ് അത് ഞാൻ നിർത്തി. 7 മണി ആകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്റെ അക്കൗണ്ട് ഒന്ന് നോക്കി. അക്കൗണ്ട് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റ് അടക്കം എനിക്കൊരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് കിട്ടിയിട്ട് എന്റെ അക്കൗണ്ട് സേഫ് ആയി.
അപ്പൊ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്ത് എന്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ റിസൾട്ട് നേടിയത്. അപ്പൊ ഈ ഒരു 6 തൊട്ട് 7 മണിക്കുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ എപ്പോഴാണ് ഈ മാജിക് നടന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഈ ഒരു ചുരുങ്ങിയ സമയം ഏതായാലും ഒരു 1 അവറിനുള്ളിൽ നടന്നാണ്. 7 മണി ആകുന്നതിന് മുമ്പ് നടന്ന ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നടന്ന ഒരു സ്വിച്ച് വേർഡിന്റെ മാജിക് ആണ് ഞാനിത് പറഞ്ഞു തന്നത്. അതെനിക്ക് കിട്ടി. ഞാൻ വളരെയധികം യൂണിവേഴ്സിനോട് വളരെ താങ്ക് യു എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് ഈ ട്രേഡ് ഞാൻ ചെയ്തേയില്ല. അത് ഞാൻ ചെയ്തില്ല. എന്തോ എനിക്ക് ചെയ്യണ്ട എന്ന് തോന്നി ഞാൻ ചെയ്തില്ല. പകരം ഞാൻ ആളോട് പറഞ്ഞു. എനിക്ക് ഇത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ വേറൊരാളോട് ചോദിച്ചു, എനിക്ക് നല്ലതായിട്ട് പോകുന്ന ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, സിഗ്നൽ ഞങ്ങളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നറിയിച്ചു. അപ്പൊ ഞാനത് അവർക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് ആക്യുറേറ്റ് സിഗ്നൽസ് ലഭിച്ചതിന് നന്ദി എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും ചെയ്തു. പിന്നീട് ഞാൻ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തില്ല. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പം അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്തു തരും. അത് വെച്ചിട്ട് ഞാൻ ഏറ്റവും സേഫ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഇതും എടുക്കുന്നില്ല. ഞാനൊന്നും ചാർട്ട് കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം ഞാൻ ഇവരെ ട്രസ്റ്റ് ചെയ്ത്, കാരണം ഞാൻ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാണ്. പിന്നെ എനിക്ക് അതിനകത്ത് വീണ്ടും ഒന്ന് തിങ്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്നാണ് ഇവരുടെ അടുത്ത് നിന്ന് സിഗ്നൽസ് എടുത്തത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് നല്ല റിസൾട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഇതുപോലെയുള്ള സ്വിച്ച് വേർഡ് യൂസ് ചെയ്യും. ഈ സ്വിച്ച് വേർഡ് തന്നെ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടാണ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ, നിങ്ങൾക്ക് അത്രമേൽ ആവശ്യം വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു മാജിക്കൽ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. റിസൾട്ട് കിട്ടിയ ആളുകൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യുക. കാരണം മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി അറിയിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന നല്ല കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ മികച്ച ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.